ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ വീന എന്ന മൂവിയാണ്. ഇതൊരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. അത് മാത്രമല്ല, ഇതൊരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തെടുത്ത മൂവിയാണ്. രാത്രി ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന ഒരു കൊടൂരമായ സംഭവമാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. ആർക്കും സംഭവിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യം. അപ്പൊ ഈ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആകാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്കധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നായികനെ അവളൊരു ഫ്രണ്ടിനെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് വന്ന് നമ്മുടെ നായിക അവിടുന്ന് അവളെ കുറച്ച് മുടിയെല്ലാം വെട്ടിക്കുന്നു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു സ്ഥലത്ത് നാടകം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി അതെല്ലാം കുറച്ച് നേരം കണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രാത്രി ഒരുപാട് ലേറ്റ് ആയി. പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. അങ്ങനെ നായികയും ഫ്രണ്ടും ആ പ്രോഗ്രാം കണ്ടത് മതി എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ സമയം അവർ രണ്ടുപേരും അവിടെ വെച്ച് അവർക്ക് പരിചയമുള്ള രണ്ടാൾക്കാരെ കാണുവാണ്. അങ്ങനെ അവരോട് ഞങ്ങളെ ഒന്ന് വീട്ടിൽ കൊണ്ടേ ആക്കുമെന്ന് ഈ സമയം നമ്മുടെ നായികയും ഫ്രണ്ടും ചോദിക്കുന്നു. കീരിക്കോ കൊണ്ടേ ആകാം, നിങ്ങൾ രാത്രി ഒറ്റയ്ക്ക് പോകണ്ടെന്നും പറഞ്ഞ് അവന്മാരാണെങ്കിൽ അവരുടെ ബൈക്കില് അവരെ കയറ്റുകയും ചെയ്യുവാണ്. അങ്ങനെ നായികന്റെ ഫ്രണ്ടിനെ കയറ്റി ഒരാൾ അവിടുന്ന് ബൈക്ക് എടുത്ത് പോകുന്നു. പുറകെ നായികനെ കയറ്റി മറ്റവനും പോവാണ്. ഇവര് പോകുന്ന റൂട്ട് വേറെയായിരുന്നു. കാരണം ഈ ബൈക്ക് ഓടിക്കുന്ന വ്യക്തിക്ക് എന്തോ സ്പെയർ പാർട്സ് ഐറ്റം എവിടെ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോഴേക്ക് അതും കൊടുത്തിട്ടാണ് അവര് പോകുന്നത്. ഈ സമയം ഒരു 5-6 ബൈക്കില് കുറെ ചെറുപ്പക്കാർ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഇവരെ ഫോളോ ചെയ്യുന്ന ഈ ബൈക്കുകാര് അവരെ ആക്രമിക്കുവാണ്. ഒരു ഇരുമ്പ് റാഡ് വെച്ച് അവരുടെ തലക്കടിച്ച് വീഴ്ത്തി അവരെ ഒരുപാട് മർദ്ദിക്കുന്നു, കൊല്ല ചെയ്യുന്നു. അങ്ങനെ ബൈക്കിൽ വന്ന ആൾക്കാർ നമ്മുടെ നായികനെ ബൈക്കിൽ കൊണ്ട ആ വ്യക്തിനെയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഈ സമയം നമുക്കൊരു ഡൗട്ട് വരും. അത് നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു. ഇന്നലെ നടന്ന ആ സംഭവത്തില് അവർ രണ്ടുപേരും മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസ് എത്തി ബോഡി എല്ലാം നീക്കം ചെയ്യുന്നു. അതിൽ ബോഡി കിടന്ന സ്ഥലമല്ല അവർ മാർക്ക് ചെയ്യുവാണ്. എന്നിട്ട് വേണ്ട അന്വേഷണങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നായികന്റെ അച്ഛനും മുത്തച്ഛനും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആകെ തകർന്ന് നിൽക്കുവാണ്. മകൾക്ക് പറ്റിയ കാര്യം പോലീസിനോട് എത്തിക്കുന്ന സമയത്ത് പോലീസ് പറയുന്നത് അതൊരു ആക്സിഡന്റ് ആണെന്നാണ്. ഈ സമയത്ത് അവിടെ ഒരു മീഡിയ പേഴ്സൺ ഉണ്ടായിരുന്നു. ഇവനാണ് നമ്മുടെ മൂവിലെ നായകൻ. ഇവനെ പരിസരമൊക്കെ ശരിക്കും ശ്രദ്ധിക്കുവാണ്. എന്നിട്ട് പോലീസിനോട് പറയുവാണ് ഇതൊരു ആക്സിഡന്റ് ആണെങ്കിൽ ആ 2 വണ്ടികൾ കൂട്ടിമുട്ടിയതിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ ഇവിടെ കാണാതിരിക്കില്ല. ഫോർ എക്സാമ്പിൾ വണ്ടിയുടെ പാർട്സ് എന്തെങ്കിലും പൊട്ടി വീണതായിട്ടോ ചില്ലുകൾ പൊട്ടി വീണതായിട്ടോ അങ്ങനെ എന്തെങ്കിലും. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും കാണാനില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു അപകടമല്ല. നായകൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട പോലീസുകാരെ നീ ഞങ്ങളെ പഠിപ്പിക്കുകയാണോ, നീ മര്യാദയ്ക്ക് പോകാൻ നോക്കടാന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകന്റെ വീട്ടുകാർക്ക് നായകന്റെ ബോഡി മോർച്ചറിയിൽ നിന്ന് വിട്ടുകൊടുക്കുന്നു. അവളുടെ ഡെഡ് ബോഡിയിലെ പാടുകളെല്ലാം കാണുന്ന സമയത്ത് അവളുടെ കുടുംബത്തിന് സഹിക്കുന്നില്ല. അവരൊരുപാട് വിഷമിച്ച് കരയുവാണ്. അങ്ങനെ അടുത്ത സീനിൽ ശ്മശാനത്തിലേക്ക് എത്തിച്ച് അവളുടെ ബോഡി അടക്കം ചെയ്യുന്നു. ഇതേസമയം ഇന്നലെ നായികന്റെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ടിനെ കാണിക്കുവാണ്. അവളെ മറ്റേ വ്യക്തി കറക്റ്റ് ആയിട്ട് വീട്ടിലെത്തിച്ചായിരുന്നു. കൂട്ടുകാരിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ആകെ മനസ്സ് തകർന്നിരിക്കുവാണ്. ഇപ്പൊ ഇവള് ആരോടും ഒന്നും മിണ്ടുന്നില്ല. ജീവനുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ മരിച്ച അവസ്ഥയിലാണ്. അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുവാണ്. നായകൻ ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഈ സമയം TV ന്യൂസില് നായികയ്ക്ക് സംഭവിച്ചത് ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് മറ്റു പല മീഡിയാസും ന്യൂസ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നായകന് ഉറപ്പായിരുന്നല്ലോ അതൊരു ആക്സിഡന്റ് അല്ലാന്ന്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം നാം വിചാരിക്കുന്നു. അടുത്ത സീനിൽ നായികനും മുത്തശ്ശിനെ കാണിക്കുവാണ്. മുത്തശ്ശി ഇപ്പൊ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ നായിക ജീവിച്ചിരുന്നപ്പോ അവളോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങൾ അവരാലോചിക്കുകയും ചെയ്യുവാണ്. അതിനുശേഷം മുത്തശ്ശിന്റെ അടുത്ത് എന്ന് പറയുവാണ് നമ്മുടെ കൊച്ചുമകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അപകടമല്ല, ആരൊക്കെ കൂടി അവളെ ആക്രമിച്ചു കൊന്നതാണ്. അതിനുള്ള പാടുകളെല്ലാം അവളുടെ ശരീരത്തുണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശി ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുവാണ് ഇനിയിപ്പോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് എന്താ, എല്ലാം കഴിഞ്ഞില്ലേ, അവളുടെ ബോഡി അടക്കുകയും ചെയ്തു. ഇനി അതിനെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. ഇതെല്ലാം കേട്ട മുത്തശ്ശി ഒരുപാട് സങ്കടത്തോടു കൂടി അവിടെ അങ്ങനെ എഴുന്നേറ്റ് പോകുന്നു. അടുത്ത സീനിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന നായികന്റെ ആ കൂട്ടുകാരിനെ കാണിക്കുവാണ്. ഈ സമയം അവളുടെ അടുത്തേക്ക് നായികന്റെ പ്രേതം എത്തുവാണ്. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആ ഫ്രണ്ടിന്റെ വായ അവള് വലിച്ചു കീറുന്നു. എന്നിട്ട് അതിനുള്ളിലൂടെ അവളുടെ ശരീരത്തേക്ക് നായികന്റെ പ്രേതം കയറാൻ ശ്രമിക്കുവാണ്. ഈ സമയം നായികന്റെ ഫ്രണ്ട് ഞെട്ടി എഴുന്നേക്കുന്നു. ഇത് അവള് കണ്ട സ്വപ്നമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ നായകനില്ലേ അവൻ ഈ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വരുവാണ്. എന്നിട്ട് ഇന്നുപോലെ ഞാൻ ആ കേസിനെ പറ്റി അന്വേഷിക്കാനെന്ന് വന്നതാണ്. ഇങ്ങനെയും പറഞ്ഞ് നായകന്റെ ഫ്രണ്ടിനോട് അവൻ സംസാരിക്കുന്നു. ചില കാര്യങ്ങളെല്ലാം അവളോട് ചോദിക്കുന്നു. അപ്പൊ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഫ്രണ്ട് അവന് പറഞ്ഞു കൊടുക്കുവാണ്. അവളെ ബൈക്കിൽ കയറ്റിക്കൊണ്ട ആളെങ്ങനെയാ ഇങ്ങനെ നായകൻ ചോദിക്കുന്ന സമയത്ത് അവനൊരു പാവമാണ്. ബൈക്ക് ആക്സസറീസ് എല്ലാം വിൽക്കുന്ന ഒരു ജോലിയാണ് അവനുള്ളത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ മരിച്ചുപോയ കുട്ടിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ ഇങ്ങനെ കൂടി നായകൻ ചോദിക്കുന്നു. അപ്പൊ നായകന്റെ ആ കൂട്ടുകാരി അതിനെപ്പറ്റി പറയാൻ തുടങ്ങുവാണ്. 2-3 ദിവസം മുമ്പ് ഒരു ചെക്കൻ ക്ലാസ്സിൽ നിന്ന് നായികയ്ക്ക് ഒരു ഐസ്ക്രീം കൊടുക്കുന്നു. നായിക അത് വാങ്ങി കഴിക്കുകയും ചെയ്യുവാണ്. എന്നാൽ ഇതാ ചെക്കന്റെ കാമുകിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ അവള് നായികയായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ നായകൻ തിരിച്ച് ദേഷ്യപ്പെട്ടപ്പോ അവള് ബബിൾക്ക് നായികന്റെ മുടിയിൽ ഒട്ടിച്ചു വെച്ചു. അതിന്റെ ദേഷ്യം കൊണ്ട് നായിക അവളുടെ തലയിൽ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ അപകടം നടന്ന അന്ന് രാത്രി ഞാനും അവളും കൂടി ബ്യൂട്ടി പാർലറിൽ പോയത് ആ ബബിൾക്ക് ഒട്ടിച്ചു വെച്ച ഭാഗത്തെ മുടി വെട്ടിക്കാനായിരുന്നു. ഇതെല്ലാം കേട്ട നായകൻ ശരി ഇതുപോലെ വേറെ എന്തെങ്കിലും പ്രശ്നം കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നായികന്റെ ഫ്രണ്ട് മറ്റൊരു കാര്യം പറയാൻ തുടങ്ങുന്നു. ഇവരുടെ കോളേജില് ഒരു മഹാ അലമ്പനായ സീനിയർ ഉണ്ടായിരുന്നു. ഒരു ദിവസം നായിക അവളുടെ ഫ്രണ്ടും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ്. ആ സമയം അവിടെ അവനും എന്റെ ഗ്യാങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെ കണ്ടത് ആ സീനിയർ ചെക്കൻ ഇവരുടെ അടുത്തേക്ക് വന്ന് വാ നമുക്ക് ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചു. വേണ്ടാന്ന് നായിക പറഞ്ഞതും അവൻ നായികന്റെ കൈ കയറി പിടിച്ചു. അപ്പൊ നായിക കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പോരുകയും ചെയ്തു. നായിക ഒരു മോഡലും കൂടിയായിരുന്നു. ഒരു ദിവസം ഇവിടെ അടുത്തുള്ള മാളി വെച്ച് അവൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി അവൾ അവിടെ നിന്ന് പോരാൻ തുടങ്ങുന്ന സമയം ഡ്രസ്സിംഗ്
റൂമിലേക്ക് ആ സീനിയർ കയറി ചെന്നു. എന്നിട്ട് അവളെ വെച്ച് പ്രശ്നം ഉണ്ടാക്കി അവളെ കയറി പിടിക്കാനൊക്കെ അയാൾ ശ്രമിച്ചു. അപ്പൊ അവളോടൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നില്ല. ആ സമയം അവന്റെ മുഖത്തിന് ഒരു അടിയും കൊടുത്ത് മുഖത്തേക്ക് ഒരു തുപ്പും തുപ്പി നായിക അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. അങ്ങനെ അന്ന് നടന്ന ഒരു കാര്യം കൊണ്ട് ആ സീനിയർക്ക് നായികന്റെ ഭയങ്കര ദേഷ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം നായികന്റെ ഫ്രണ്ട് പറയുമ്പോൾ അപ്പൊ തീർച്ചയായിട്ടും അവളുടെ മരണത്തിന് കാരണം ആ വ്യക്തി തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കി മീഡിയയിലൂടെ പുറത്തെത്തിക്കും. ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരവരാണെങ്കിൽ ഞാൻ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് നായകൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ അന്നിനായിട്ട് വീട്ടിലേക്ക് എത്തിയ നായകനാണെങ്കിൽ ഇന്ന് ആ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നായകൻ റെക്കോർഡ് ചെയ്തായിരുന്നല്ലോ. അതെല്ലാം കേട്ടിട്ട് അത് വെച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുവാണ്. ഇതേ സമയം നായകനോട് അങ്ങനെയെല്ലാം പെരുമാറിയ ആ സീനിയറെ കാണിക്കുന്നു. അവനൊരു വലിയ വീട്ടിലെ ചെക്കനായിരുന്നു, ഒരു പോലീസുകാരന്റെ മകൻ. ശരിക്കും ഇവനും ഇവന്റെ ഗ്യാങ്ങും കൂടിയായിരുന്നു അന്ന് നായികനെ അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയ ആ ബൈക്ക് തന്നെ ആക്രമിച്ച് കൊന്നു കളഞ്ഞത്. എന്ന് ഇപ്പൊ അവൻ ആ ചെയ്ത് കൂട്ടിയന്റെ യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ ഒരു കുറ്റബോധവും ഇല്ലാതെ വീട്ടിൽ അങ്ങനെ സൂചിച്ചിരിക്കുകയാണ്. ഈ സമയം അവന്റെ അടുത്തേക്ക് നായകന്റെ പ്രേതം എത്തുന്നു. എന്നിട്ട് അവനെ ആക്രമിക്കാൻ തുടങ്ങുവാണ്. എന്ന് ഇതെല്ലാം അവൻ കണ്ട സ്വപ്നമായിരുന്നു. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന അവന് ഉറപ്പൊന്നും കിട്ടുന്നില്ല. അടുത്ത സീനിൽ നമ്മുടെ നായകനാണെങ്കിൽ അന്ന് ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തി ആ പരിസരം എല്ലാം ചെക്ക് ചെയ്ത് വേണ്ട റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആ പരിസരത്ത് കടയിലാൻ നടന്ന ആൾക്കാരെ കണ്ട് അവരോട് എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത സീനിൽ നായികന്റെ ഫ്രണ്ടിനെ കാണിക്കുവാണ്. നായിക മരിച്ചത് മുതല് വീട്ടിൽ അവളെങ്ങനെ അടച്ചു മൂടിയിരിക്കുവാണ്. പല സമയത്തും അവളുടെ ബോഡിയിൽ അമാനുഷികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചില സമയത്ത് അവളുടെ മുഖം എല്ലാം യക്ഷീനെ പോലെ മാറും. അവൾ കിടന്ന് നിലവിളിക്കും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം നമ്മുടെ നായകനാണെങ്കിൽ ആ കേസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി അന്ന് സീനിയറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരില്ലേ അവന്മാരെല്ലാം സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു ചോളപ്പാടത്തിന്റെ നടുക്കുള്ള ഒരു ഷെഡ്. അവിടേക്ക് എത്തുവാണ്. അങ്ങനെ അവിടെ എത്തിയ സ്ഥലമെല്ലാം പരിശോധിക്കുന്ന സമയത്ത് നായകന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ആ ഗ്യാങ് മുഴുവൻ കമ്പനി കൂടുന്നത് ഈ സ്ഥലത്താണെന്ന്. കാരണം അവിടെ കുറെ ബിയറിന്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകന്റെ വീട്ടുകാർ മറ്റൊരു കാര്യം അറിയുവാണ്. നായകന്റെ ഫ്രണ്ടില്ലേ അവളുടെ ശരീരത്തിൽ പ്രേതം കയറിയെന്ന്. മരിച്ചുപോയ വീണേന്റെ പ്രേതമാണ് കയറിയെന്നാണ് എല്ലാരും പറയുന്നത്. ഇത് കേട്ടത് ആ ഫാമിലി മുഴുവൻ നേരെ അവിടെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തുന്നു. അങ്ങനെ അവിടേക്ക് എത്തിയ നായകന്റെ വീട്ടുകാര് ഫ്രണ്ടിന്റെ ശരീരത്തിൽ നായകന്റെ ആത്മാവ് കയറിയെന്ന് അറിഞ്ഞുകൊണ്ട് മോളെ വീണയെന്ന് അവളെ വിളിക്കുവാണ്. ഇത് കേട്ടത് ഇത്രയും നേരവും വയലന്റ് ആയിരുന്ന അവള് ഒന്ന് നോർമലാവുന്നു. ഇവരെ നോക്കി കരയാൻ തുടങ്ങുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലാവുകയാണ് അപ്പൊ കേട്ടതെല്ലാം സത്യമാണെന്ന്. അതായത് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിയത് വീണ തന്നെയാണെന്ന്. അങ്ങനെ ഇപ്പൊ ഫ്രണ്ടിന്റെ ശരീരത്തിലുള്ള വീണ അല്ലെങ്കിൽ വീണന്റെ ആത്മാവ് നടന്ന കാര്യങ്ങളെല്ലാം ഇവരോട് പറയാൻ തുടങ്ങുവാണ്. ഇതേ സമയം തന്നെ അവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു. അന്ന് ആ ചെക്കന്റെ കൂടെ ഇവള് ബൈക്കിൽ വരുന്ന സമയം ഇവരെ ഫോളോ ചെയ്ത് വന്ന ആ സീനിയറായുള്ള ഗ്യാങ്ങും കൂടി ഇവരെ തലക്കടിച്ച് ഇവരെ താഴെ വീഴ്ത്തി. അന്ന് ഡ്രസ്സിംഗ് റൂമിലെത്തി നായകനോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ നായിക അയാളെ തല്ലും തുപ്പും ഒക്കെ ചെയ്തായിരുന്നല്ലോ. അന്നത്തെ ആ ദേഷ്യം തീർത്തതാണ് അവര്. അങ്ങനെ അവര് ചെയ്യുന്ന എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന നായികനെ മറ്റവനെ തലക്കടിച്ച് താഴെ വീഴ്ത്തി. ശേഷം നായികന്റെ മുഖം അടിച്ച് പൊട്ടിക്കുവോ, മുഖത്ത് തുപ്പുവോ, അവളുടെ കൈ ഒടിക്കുവോ, കാലിൽ കൂടി വണ്ടി കയറ്റുവോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുപോലെ വീനന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഒറ്റ കുറ്റം കൊണ്ട് ആ ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തിനെ അവർ കൊന്നു കളഞ്ഞു. അങ്ങനെ അവർക്ക് സംഭവിച്ച ആ കൊടൂരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അവളിങ്ങനെ എണ്ണി എണ്ണി പറയുന്ന സമയം ഇത് കേട്ട് വീനന്റെ ഫാമിലിയും ആ ഫ്രണ്ടിന്റെ ഫാമിലിയും ഒക്കെ ഒരുപാട് സങ്കടപ്പെടുവാണ്. അവസാനം വീന പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ക്രൂരത ഞങ്ങളോട് ചെയ്ത അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന്. അതിനുശേഷം ഫ്രണ്ടിന്റെ ശരീരത്തിൽ നിന്ന് വീന ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഈ സമയം മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അങ്ങനെ നായകന്റെ ഫ്രണ്ട് നോർമലാവുന്നു. എന്നാലും ഇപ്പൊ നായികയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവള് തന്നെ തുറന്നു പറഞ്ഞല്ലോ. അതെല്ലാം നായികന്റെ ഫാമിലി റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഇനി ഇവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുവാണ്. അങ്ങനെ അവർ റെക്കോർഡ് ചെയ്ത ആ വോയിസ് അവർ നമ്മുടെ നായകന് അയച്ചു കൊടുക്കുന്നു. നായകന് ഈ കേസിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അതായത് ആ വോയിസ് കിട്ടിയതും നായകനെത്തെല്ലാം വെച്ച് വീണ്ടും റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടി. അവൻ നല്ല അടിപൊളിയായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി. അങ്ങനെ ഇത് പബ്ലിഷും ചെയ്യുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം സമൂഹം മുഴുവൻ അതിനെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങുവാണ്. അതൊരു വലിയ കേസായി മാറുവാണ്. അന്ന് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയപ്പോൾ തന്നെ പോലീസുകാർക്ക് ഇത് ഇങ്ങനത്തെ ഒരു കേസ് അന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ പോലീസുകാരുടെ ഹെഡ് ആയിരുന്നു ആ സീനിയറുടെ അച്ഛൻ. സോ മകൻ ഈ കേസിൽ അകത്ത് പോകാതിരിക്കാൻ വേണ്ടി അയാൾ ഇത് ആക്സിഡന്റ് കേസാക്കി മാറ്റിയതാണ്. ഇപ്പൊ ഇങ്ങനെ വാർത്തകളെല്ലാം പുറത്തു വന്നുകൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ അയാൾ മൊത്തത്തിൽ കുടുങ്ങിപ്പോകുന്നു. എന്തായാലും ഇപ്പൊ സമൂഹം തന്നെ ഈ കേസ് ഏറ്റെടുത്തോണ്ട് പോലീസുകാർക്ക് നല്ല പ്രഷർ വരുന്നു. അതുമാത്രമല്ല സമൂഹം ഈ കേസ് ഏറ്റെടുത്തോണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സും വേണ്ട രീതിയിൽ ഈ കേസിൽ ഇടപെടുവാണ്. അങ്ങനെ അന്വേഷണം റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മോളിന്ന് ഓർഡർ വരുന്നു. അപ്പൊ ഇനി പ്രതികളെന്ന് സംശയിക്കുന്ന ഇവരെ വെച്ച് ഈ കേസ് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സംസ്കരിച്ച നമ്മുടെ നായകന്റെ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ കാര്യം നായകന്റെ വീട്ടുകാരെ അറിയിക്കുമ്പോൾ നായകന്റെ മുത്തച്ഛൻ പറയുകയാണ് കുഴിമാടത്തിലെങ്കിലും അവള് സമാധാനമായിട്ട് കിടന്നോട്ടെ, ഇനിയും കുത്തി തോണ്ടി അവളെ നോവിപ്പിക്കണ്ടെന്ന്. എന്നാൽ നായകന്റെ മുത്തശ്ശി ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ പോരാ, അവളുടെ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. നമ്മുടെ കൊച്ചുമകൾക്കുണ്ടായ ഈ ഒരു ദുരന്തം ഇനി ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ലെന്ന്. അങ്ങനെ ആ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം അവർ കൊടുക്കുവാണ്. അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. ഇതേ സമയം നായകനോട് ഈ ക്രൂരതെല്ലാം ചെയ്ത ആ വില്ലനെ കാണിക്കുവാണ്. അവനിപ്പോ വീട്ടിലിരിക്കുമ്പോ അവിടേക്ക് നമ്മുടെ നായകന്റെ പ്രേതം എത്തുന്നു. എന്നിട്ട് അവന്റെ കൺമുമ്പിൽ വന്നു നിന്ന് അവൾ അവനെ ഭയപ്പെടുത്തുവാണ്. ശേഷം അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവനെ ക്രൂരമായി ദ്രോഹിക്കാൻ തുടങ്ങുന്നു. ആദ്യം തന്നെ അവന്റെ തല പിടിച്ച് നിലത്തിടിപ്പിച്ച് അവന്റെ മുഖം പൊട്ടിക്കുവാണ്. പിന്നെ കൈ അടിച്ചോടിക്കുന്നു. ശേഷം അവന്റെ കാല് വാതിലിന്റെ അവിടെ വെച്ചിട്ട് വാതിൽ രണ്ടു നാടെ അടയ്ക്കുന്നു. അങ്ങനെ അവന്റെ കാലൊടിക്കുന്നു. അങ്ങനെ നായകനോട് അവൻ എന്തൊക്കെ ചെയ്തോ അതേപോലെയൊക്കെ നായകൻ തിരിച്ചു ചെയ്യുവാണ് ഇവനോട്. അങ്ങനെ കൊല്ലാക്കൊല ചെയ്ത് നായികയ്ക്ക് കൊടുത്ത നരകവേദനകൾ തിരിച്ചു കൊടുത്ത് നായിക അവനെ അവിടെ വെച്ച് തീർക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകന്റെ ബോഡി
ഫോറൻസിക് ഉദ്യോഗസ്ഥര് ആ കുഴിമാടത്തിൽ നിന്ന് മാന്തിയെടുത്ത് വേണ്ട പരിശോധനകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിട്ടാണ്. അങ്ങനെ പരിശോധനകൾക്ക് ഒടുവില് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുവാണ് നായകൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന്. അങ്ങനെ ആ കേസിൽ ഉൾപ്പെട്ട ആ സീനിയറിന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരെയും പിടികൂടുന്നു. എന്നാൽ സീനിയർ ഇതുവരെ കിട്ടിയിട്ടില്ല, അതായത് ആ വില്ലൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ പോലീസുകാർ തലകുത്തി മറിഞ്ഞ് അന്വേഷിക്കുവാണ്. ഫൈനലി അവരെ അറിയുവാണ് അവൻ മരിച്ചുപോയെന്ന്, അവനെ ആരോ കൊടൂരമായിട്ട് കൊന്നു കളഞ്ഞുവെന്ന്. അത് നായികന്റെ ആത്മാവെന്നുള്ള കാര്യം നായികന്റെ വീട്ടുകാർക്കും നായികന്റെ ഫ്രണ്ടിന്റെ വീട്ടുകാർക്കും പിന്നെ നായകനൊക്കെ അറിയാം. പിന്നെ അന്ന് ആ ക്രൈം ചെയ്യാൻ അവരെ കൂടെ വന്ന ആൾക്കാരെല്ലാം ഈ പരിശോധനയിലൂടെ പിടിച്ചായിരുന്നല്ലോ. അവർക്കെല്ലാം കോടതി അവരെ അർഹിക്കുന്ന ശിക്ഷയും കൊടുക്കുവാണ്. അങ്ങനെ നായികയ്ക്കും കുടുംബത്തിനും നീതി കിട്ടി. അതിനുശേഷം നായികന്റെ ആത്മാവ് ഈ ലോകം വിട്ടു പോവുകയാണ്. ശേഷം നായികന്റെ ഫ്രണ്ടും നോർമൽ ആവുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അതിന്റെ ചെയ്യുന്നത്. ഇതൊരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തെടുത്ത മൂവിയാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. മൂവിയുടെ ഈ എൻഡിങ്ങില് ആ കാര്യങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. 2014 ഇന്തോനേഷ്യയിൽ നടന്നൊരു സംഭവമാണിത്. നമ്മൾ ഈ കേട്ട ഈ കൊടൂരമായിട്ടുള്ള സംഭവം റിയൽ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചെന്ന് അറിയുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നടുങ്ങുന്നുണ്ട്. ആ കുറ്റം ചെയ്ത് എല്ലാവർക്കും ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സാഡ്നെസ് തന്ന ഒരു ഇമോഷണൽ മൂവി ആയിപ്പോയി ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.